അന്ത്യഭാഗത്തിന്റെ കരുനിഴൽ വീണ് പർദീസയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടപ്പോൾ മനുഷ്യനെ നോക്കി മുള്ളുകളും ദുരിതങ്ങളും ചിരിച്ചു. എന്നാൽ ഇരുളടഞ്ഞ ലോകത്തിന് പ്രകാശം നൽകുവാൻ നിയുക്തിയായ ഒരു സ്ത്രീയെ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു. സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാദപീഠമാക്കി 12 നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടം അണിഞ്ഞ് രാജപ്രൗഢിയോടെ നിൽക്കുന്ന ഒരു സ്ത്രീ. പരിശുദ്ധ അമ്മയുടെ മഹിമയുടെയും ശക്തിയുടെയും രാജകീയതയുടെയും ഒരു ദർശനം. ഇന്ന് സഭാമക്കളായിരിക്കുന്ന നമ്മൾ അമ്മയുടെ ജനന തിരുനാളാണ് ആഘോഷിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും രക്ഷകനെ നൽകുന്നതിനു വേണ്ടി പിതാവായ ദൈവം തിരഞ്ഞെടുത്തവൾ, പുത്രനായ ദൈവം ഇറങ്ങി വസിച്ചവൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞവൾ. ആ പരിശുദ്ധ അമ്മയുടെ ജനനം നമുക്കും ആനന്ദത്തോടെ ആഘോഷിക്കാം. അമ്മ മാതാവ് നമ്മളെ മനസ്സിലാക്കുന്നത് പോലെ ആർക്കും നമ്മളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. പുത്രന്റെ അടുക്കൽ അവൾക്കുള്ള മധ്യസ്ഥയും ശക്തിയും മറ്റാർക്കുമില്ല. കാരണം സ്വന്തം മകനെ സ്വർഗത്തിന് തിരിച്ചു നൽകുവാൻ മറിയം അനുഭവിച്ച ദുരിതങ്ങൾ. ഗബ്രിയേലിന്റെ അഭിവാദ്യം സ്വീകരിച്ചപ്പോൾ മുതൽ പാലായനത്തിന്റെ ഒരു ഘോഷയാത്രയായിരുന്നു അവളുടെ ജീവിതം. അവസാനം കാൽവരിയിലെ മരക്കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന സ്വന്തം പുത്രനെ നോക്കി നിന്ന അമ്മ, കുരിശിൽ നിന്നിറക്കിയ മകനെ ഒരിക്കൽ കൂടി കയ്യിലെടുത്ത് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരമ്മ. അതി ഹവ്വായുടെ പാപം മൂലം നഷ്ടപ്പെട്ട പർദീസായെ വീണ്ടെടുക്കുവാൻ സ്വന്തം ജീവിതം വിട്ടുകൊടുത്ത സ്ത്രീ. ആ അമ്മയുടെ ജന്മദിനാൾ ആഘോഷിക്കാൻ നിന്ന് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ ഹവ്വായുടെ ദുർബലമായ നിമിഷങ്ങളെ തിരിച്ചറിയണം. ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും കാത്ത് ആ അമ്മ തന്റെ രാജകീയ പ്രൗഢിയുള്ള നീല അങ്കയ്ക്കുള്ളിൽ നമ്മളെ പൊതിയട്ടെ. നമ്മുടെ അടുത്ത നോമ്പും ഉപവാസവും പ്രാർത്ഥനയും തമ്പുരാന്റെ അമ്മയുടെ മുമ്പിൽ കാഴ്ചവെക്കാം. നിന്റെ പുത്രനോട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് യാചിക്കാം. നേരുന്നു എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ.